ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു ഗംഭീര വിജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് മുഹമ്മദൻ എസ്സിയെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും മികച്ച പ്രകടനം നടത്തി ഒരു ടീം വർക്കിന്റെ വിജയം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സൂപ്പർ താരം ജീസസ് ജിമിനസിന്റെ അഭാവത്തിലാണ് ഈ ഒരു മികച്ച വിജയം ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. മത്സരത്തിന്റെ സ്ക്വാഡിൽ പോലും ഇടം നേടാൻ ജീസസിന് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തിന് പരിക്കാണ് എന്ന വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ഇപ്പോൾ 19 സ്റ്റോപ്പേജിന്റെ ധനഞ്ജയ് നൽകിയിട്ടുണ്ട്. അതായത് ജീസസ് ജിമിനസിന് ഇപ്പോൾ തൈ ഇഞ്ചുറിയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസത്തെ ട്രെയിനിങ്ങിനിടയിലാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത്. സ്കാൻ റിസൾട്ടുകൾ ഇതുവരെ വന്നിട്ടില്ല, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ നിലവിൽ 1-2 ആഴ്ചകൾ അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതായത് അടുത്ത മത്സരത്തിൽ ജീസസിന് ലഭിക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ വളരെയധികം കുറവാണ്. നമുക്കറിയാം, ഡിസംബർ 29-ാം തീയതി ജംഷഡ്പൂർ എഫ്സിക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സ് ഒരു മത്സരം കളിക്കുന്നത്. ആ മത്സരത്തിൽ ജീസസ് കളിക്കാൻ സാധ്യതയില്ല. പിന്നീട് ജനുവരി 5-ാം തീയതി പഞ്ചാബ് എഫ്സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മത്സരം കളിക്കുന്നുണ്ട്. ആ മത്സരത്തിൽ ജീസസ് ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഏതായാലും ആ ഒരു സ്കാനിങ് റിസൾട്ടുകൾ വന്നാൽ മാത്രമാണ് ജീസസ് എത്ര കാലം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളത് കൃത്യമായി അറിയാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് കാലമൊന്നും അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരില്ല എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ചിലപ്പോൾ 2 ആഴ്ച വരെ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നേക്കും എന്നുള്ളതാണ്. ഏതായാലും മികച്ച പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പുറത്തെടുക്കുന്ന ഒരു താരം കൂടിയാണ് ജീസസ് ജിമിനസ്. 12 മത്സരങ്ങളാണ് ആകെ അദ്ദേഹം ISL-ൽ കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 9 ഗോളുകളും ഒരു അസിസ്റ്റും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിന്റെ അഭാവം വരുന്ന മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.